ഒരുക്കിയ എല്ലാ ദൈവികമായ സമയത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, എത്ര ശ്രേഷ്ഠനാണ്. നമ്മുടെ അധരങ്ങൾക്കോ നമ്മുടെ പ്രവൃത്തികൾക്കോ നമ്മുടെ ജീവിതത്തിനോ ദൈവത്തിന്റെ പ്രവൃത്തിയെയും ദൈവത്തിന്റെ കരത്തെയും വർണ്ണിക്കുവാൻ അധരങ്ങൾക്ക് സാധ്യമല്ല. അത്രത്തോളം മകൾക്കരമായ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശാലത പകരുന്നു. അതിനെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സർവ്വ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. പ്രിയ റോജ് ബ്രദർ കുടുംബമായി കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. റിജോ ബ്രദർ കുടുംബമായി കടന്നു വരാൻ ദൈവം ഇടയാക്കി. കുടുംബത്തിന് മേലെ ഇവിടെ പ്രവൃത്തിയുടെ കരം പിന്നെയും വെളിപ്പെടട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് നമ്മെ വഴി നടത്തുന്ന സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂട്ടിവരുത്തിയ എല്ലാ ദൈവജനങ്ങൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗത്തെ കടന്നു വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. യോഹന്നാൻ 20 അതിന്റെ 11. മതി, കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളെ നോക്കി ഞങ്ങൾ പലപ്പോഴും വേദനപ്പെടുന്നവരാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളെ നോക്കി ഞങ്ങൾ പലപ്പോഴും കരയുന്നവരാ. എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികളെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികരണങ്ങൾ ഞങ്ങൾക്കെതിരെ തിരുമ്പുമ്പോൾ എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് ഓർത്ത് ഞങ്ങൾ നിലവിളിക്കുന്നവരെന്നാൽ ഇന്ന് രാത്രികാലം മറിയയുടെ കരച്ചിൽ കേട്ടൊരു സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനായി ഇന്ന് രാത്രിയിലും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയുടെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗപ്രകാരം ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്ദർഭം സാഹചര്യം നമുക്കറിയാം. യേശു കർത്താവിന്റെ മരണത്തിന് ക്രൂശീകരണത്തിന് ശേഷം 3-ാം നാൾ ഞായറാഴ്ച രാവിലെ മറിയയും മാർത്തയും കല്ലറയ്ക്കിലേക്ക് കടന്നു വരുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ ഒരുപാട് മെസ്സേജുകൾ ഇതിനകത്തും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കാലം നിങ്ങളുടെ മധ്യേ അല്പനേരം ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴും എന്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കല്ലിനെ ഉരുട്ടി മാറ്റുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും നമ്മുടെ ദൈവം നമ്മുടെ വിഷയത്തിന്റെ മേൽ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ ശക്തനാണ്. എത്ര പേർ ആമേൻ പറയാൻ തയ്യാറുണ്ട്? 2000 വർഷത്തിന് മുമ്പിൽ മാത്രമല്ല അവൻ പ്രവർത്തിച്ചത്, ഇന്നും അവന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും അവന്റെ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ലുദിയുടെ ഹൃദയത്തിന് വ്യത്യാസം വരുത്തുവാൻ സ്വർഗത്തിന് കഴിയുമെങ്കിൽ ഇന്നു രാത്രിയിലും ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ, ജീവിതങ്ങളെ മാനസാന്തരത്തിലേക്ക് എത്തിക്കുവാൻ എന്റെ ദൈവത്തിന് ശക്തനാണ്. അതിരാവിലെ നേരം പുലർന്നപ്പോൾ മാർത്തയും മറിയയും യേശുവിന്റെ കല്ലറയിൽ കടന്നു വരുന്നു. എന്താണ് അവരുടെ ഉദ്ദേശം? അവരുടെ ഉദ്ദേശം യേശുവിൽ എന്ത് പൂശുക? അല്പം സുഗന്ധദ്രവ്യം പൂശുക. യേശുവിനെ ഒന്ന് എംബാം ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. എന്ന് വെച്ചാൽ ശരീരത്തിന് വരുന്ന കേടുപാടുകളിൽ നിന്ന് അല്പം സംരക്ഷണത്തിന് വേണ്ടി എംബാം ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ അവർ വന്നത് എന്തിനാണ്? എന്ത് കാണാനാണ്? യേശുവിന്റെ കല്ലറയ്ക്കകത്ത് മരിച്ച യേശുവിനെ കാണാൻ അവർ വന്നത്. പ്രതീക്ഷകളെല്ലാം മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ അല്പം പൂശി, അല്പം ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകാൻ അവർ കടന്നു വന്നത്. എന്നാൽ അവരുടെ അസാധ്യങ്ങൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ തളം തട്ടിക്കൊണ്ട് നിൽക്കുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. നമുക്ക് വേണ്ടി ആരെ കല്ലുരുട്ടി മാറ്റും? ഇതാണ് അവരുടെ അലട്ടിയ ചോദ്യം. അവരുടെ ജീവിതത്തിൽ അതിരാവിലെ യേശുവിനെ ആരാധിക്കാൻ കടന്നു വന്നവർ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കടന്നു വന്നവർ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആരാധന, സ്തുതി, സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കാൻ കടന്നു വന്നവർ. എന്നാൽ അവരെ അലട്ടിയ ചോദ്യം, ആര് എന്റെ ജീവിതത്തിൽ കല്ലിനെ ഉരുട്ടി മാറ്റും? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. എങ്ങനെ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകും? ആരെന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും? ആരെനിക്ക് വേണ്ടി ഇറങ്ങി വരും? ആരെനിക്ക് വേണ്ടി വഴി തുറക്കും? ആരെന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ചോദ്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ കൈമുതലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മാർത്തയും മറിയയും അപ്രകാരമായിരുന്നു. എന്താണ് അവരെ അലട്ടിയ ചോദ്യം? ആര് ഞങ്ങളുടെ ജീവിതത്തിൽ കല്ലുരുട്ടി മാറ്റും? ആരാണ് കല്ലുരുട്ടി മാറ്റുവാൻ യോഗ്യൻ? ആരാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ? ആരിതിനൊരു വ്യത്യാസം വരുത്തും? ഒരുപാട് ചോദ്യങ്ങൾ. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവരൊരു ഉറപ്പെടുത്തു, അവരൊരു തീരുമാനമെടുത്തു, അവരൊരു ദൃഢനിശ്ചയമെടുത്തു. എന്താണത്? യേശുവിന്റെ കല്ലറ അറിഞ്ഞു കടന്നോട്ട്, എന്നാലും ഞങ്ങൾ യേശുവിന്റെ ശരീരത്തിന്മേൽ സുഗന്ധദ്രവ്യം തളർത്തുവാൻ, പൂശുവാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടെയാണ് വിഷയം.
നമ്മൾ പലപ്പോഴും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവസേനയിൽ കടന്നു വരുന്നതിനും എന്തൊക്കെയാണെന്ന് എക്സ്ക്യൂസുകൾ, ഒഴിവുതിരികൾ വെക്കുക. എന്താ നമ്മുടെ കാരണം? ഒരുപക്ഷെ മകന് പനിയായിരിക്കാം, മകൾക്ക് പനിയായിരിക്കാം, ഇന്ന ജോലിക്ക് പോകണമായിരിക്കാം, അല്ലെങ്കിൽ റേഷൻ കടയിൽ പോകണമായിരിക്കാം. ഇതൊക്കെയാ നമ്മുടെ ഒഴിവുതിരികൾ. എന്തിനു വേണ്ടിയുള്ള ഒഴിവുതിരികൾ? ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമായുള്ള ഒഴിവുതിരികൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മാർത്തയും മറിയയും അവരുടെ ജീവിതത്തിൽ ഉയർന്നു നിന്ന പ്രശ്നത്തിന് പിന്തള്ളിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തു. നമ്മെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ആർക്ക് പ്രാധാന്യം കൊടുക്കണം? നമ്മുടെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. കല്ലല്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവിശ്വാസമല്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മാർത്തയും മറിയയും അലട്ടിയ ചോദ്യം, ആര് കല്ലുരുട്ടി മാറ്റും എന്ന് പറഞ്ഞ് അവർ വീട്ടിയിരുന്നു. അവർ വീട്ടിയിരുന്നില്ല. അവർ പറഞ്ഞില്ല, കല്ല് വലുതാണ്, സുഗന്ധദ്രവ്യം തൈലം നമ്മൾ മേടിച്ചു, യേശുവിനെ പൂശാനുള്ളതാ എന്ന് പറഞ്ഞ് അവർ വീട്ടിയിരുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്നവർ പലരും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ പലരും പല ഒഴിവുതിരികൾ പറഞ്ഞ് വീട്ടിയിരിക്കുമ്പോൾ ഈ മാർത്തയും മറിയയും നമുക്കൊരു ചൂണ്ടുപലകയാണ്. എന്തിനുള്ള? ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നുള്ള. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഒരു വിഷയമല്ല. ജീവിതത്തിൽ പൊങ്ങി വരുന്ന തിരമാലകൾ ഒരു വിഷയമല്ല. ജീവിതത്തിൽ അടിച്ചുയരുന്ന രോഗങ്ങൾ ഒരു വിഷയമല്ല. ഇന്നു രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിന്റെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ ആ ദൈവം ശക്തനാണ്. ഇന്നു രാത്രികാലം നിന്റെ പ്രത്യാശ നിന്റെ മണവാളനെ കാണാനാണെങ്കിൽ നിന്റെ മണവാളൻ നിനക്ക് മുമ്പായി എഴുന്നള്ളുക തന്നെ ചെയ്യും. ഇന്നു രാത്രി നിന്റെ പ്രത്യാശ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമാണെങ്കിൽ ആ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എന്താണ് മാർത്തയും മറിയയും അലട്ടിയ ചോദ്യം? ആര് കല്ലുരുട്ടി മാറ്റും? എന്നാൽ അവർ ചെല്ലുന്നതിന് മുമ്പാകെ അവർക്ക് വേണ്ടി ഒരു സ്വർഗം ഇറങ്ങി. അവർ ചെല്ലുന്നതിന് മുമ്പാകെ അവർക്ക് വേണ്ടി ഒരു സ്വർഗം ഇറങ്ങി. എങ്ങനെയായിരുന്നു ഈ കല്ലറയുടെ അവസ്ഥ? വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 64 മുതലുള്ള വാക്യങ്ങൾ. മത്തായി 28, 64 ഇല്ലയോ? മത്തായി 28 മത്തായി 28 64 ഇല്ലയോ? 27 64 ഇല്ലയോ? സോറി, 27 64. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമാകാതിരിക്കേണ്ടതിന് നോക്കിയേ, കല്ലറയുടെ അവസ്ഥ നോക്കിയേ. ആരാധിക്കാനായി ആര് കടന്നു വരികയാ? മാർത്തയും മറിയയും കടന്നു വരിക. എന്നാൽ കല്ലറയുടെ ഒരു അവസ്ഥ നോക്കിയേ. 3-ാം നാൾ വരെ കല്ലറ എന്ത് ചെയ്യുകയാണ്? ഉറപ്പാക്കുകയാണ്. താഴോട്ട് വായിക്കാം. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ ഞാൻ തരാം, പോയി നിങ്ങളാനാഗോളം ഉറപ്പ് വരുത്തുക. നോക്കിയേ, നമ്മുടെ ജീവിത സാഹചര്യമായിട്ടും തുലനം ചെയ്ത് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ശത്രു ഉയർത്തുന്ന ചോദ്യം? അവനാൽ ആഗോളം അവൻ എന്ത് ചെയ്യുകയാ? കല്ലറ ഉറപ്പാക്കുകയാ. കല്ലറ എന്ന് പറയുന്നത് എന്റെ വിഷയത്തെ അവൻ ഉറപ്പാക്കുകയാ, നമ്മുടെ വിഷയത്തെ അവൻ ഉറപ്പാക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം പീലാത്തോസിന്റേതാണോ? മഹാപുരോഹിതന്മാരുടേതാണോ? ആരാ നിന്നോട് വാഗ്ദത്തം പറഞ്ഞേ? നമ്മുടെ കർത്താവ്. ആരാണ് വലിയവൻ? പീലാത്തോസ് ആണോ അതോ കർത്താവാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയം നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ മാർത്തയും മറിയയും എന്താ ചെയ്തത്? കല്ലറയുടെ അവസ്ഥ നമ്മൾ വായിച്ചു. ഏറ്റവും ഉറപ്പാക്കിയ കല്ലറ, കെട്ടി ഉറപ്പാക്കിയ കല്ലറ, പടയാളികൾ മുൻപേ നിൽക്കുന്ന കല്ലറ, പടയാളികളെ ചുറ്റപ്പെട്ട കല്ലറ, പടയാളികൾ മാത്രം നിലനിൽക്കുന്ന കല്ലറ. എങ്ങനെ രണ്ട് സ്ത്രീകൾ അവിടെ പോയി ദൈവത്തെ ആരാധിക്കും? ഇതെങ്ങനെ സാധ്യമാകും? അസാധ്യങ്ങൾ മാത്രം അവരുടെ മുമ്പിൽ. എന്നാൽ അവരുടെ ഉള്ളിൽ അവർ വിശ്വാസം എന്ന കണിക അവർ ഏറ്റെടുത്തപ്പോൾ, വായിക്കാം 28-ന്റെ 2-ാം വാക്യം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. എപ്പോൾ?
ആര് എന്തിന് തയ്യാറായപ്പോൾ? മാർത്തയും മറിയയും കല്ലറയ്ക്കൽ പോകുവാൻ ഒരുക്കമായപ്പോൾ, അവരുടെ വിഷയത്തെ ഓർത്ത് അവർ നിലവിളി ആരംഭിച്ച് അവർ വീട്ടിൽ ഇരിക്കാതെ ഇറങ്ങുവാൻ തയ്യാറായപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ മുകളിൽ ഇരുന്നു. നോക്കിയേ നമ്മുടെ വിഷയത്തിന്മേൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കുമെന്നും. എന്താ പീലാത്തോസ് പറഞ്ഞത്? എന്നാൽ ആഗോളം പടയാളികളെ തരാം, നിങ്ങളാൽ ആഗോളം കല്ലറ ഉറപ്പാക്ക്. ഭടന്മാരുടെ ചുറ്റപ്പെട്ട ഒരു മേഖലയുടെ നടുവിൽ, റോമ ഗവൺമെന്റ് ഇംപീരികളാൽ മുദ്രയിട്ടപ്പെട്ട ഒരു കല്ലറയുടെ നടുവിൽ ഇതാ രണ്ട് സ്ത്രീകൾ തങ്ങളിലുള്ള വിശ്വാസം മാത്രം മുതൽക്കൂട്ടാക്കിക്കൊണ്ട്, തങ്ങളിലുള്ള വിശ്വാസം മാത്രം ഏറ്റവും വലിയ മുതലെന്ന് കണ്ടുകൊണ്ട് അവർ ഇറങ്ങി. അവരുടെ വിശ്വാസം ലജ്ജിതമാകുവാൻ ദൈവം സമ്മതിച്ചില്ല. അവരുടെ മുഖം കുനിയുവാൻ ദൈവം സമ്മതിച്ചില്ല. ഇന്നു രാത്രികാല പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മെ അലട്ടുന്ന വിഷയം? ഇന്നു രാത്രികാലം അതിനേക്കാൾ കൂടുതലായി എന്റെ ദൈവത്തിന് നീ പ്രാധാന്യം കൊടുക്കാമോ? യഹോവയാണ് നിന്നോട് വാഗ്ദത്തം പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. യഹോവയാണ് നിന്നോട് വാഗ്ദത്തം പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്. പിന്നെ എന്തിനു മനുഷ്യനെ പേടിക്കുന്നു? പിന്നെന്ത് മനുഷ്യന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ പിന്നെ എന്തുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു? ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാനിടയായല്ലോ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച്. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിൽ നീ എന്റെ വചനം കാത്തേണ്ട, നാമം നിഷേധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്, ആർക്കും അടച്ചുകൂടാ. അപ്പോൾ എന്താണ് വാതിൽ തുറക്കാനുള്ള കാരണം? ഇന്ന് രാത്രി നമ്മൾ പകൽ ചിന്തിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം മലയെ നീക്കുമോ? അതെ, വിശ്വാസം മലയെ നീക്കും. വിശ്വാസം കുരുടന്റെ കുരുട് രോഗത്തെ സൗഖ്യമാക്കുമോ? അതെ, വിശ്വാസം കുരുടന്റെ കണ്ണ് കാണാത്ത അവസ്ഥയെ സൗഖ്യമാക്കും. വിശ്വാസം 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കുമോ? അതെ, അവളുടെ വിശ്വാസം യേശു കണ്ടു. ഇന്ന് രാത്രിക്കാൽ ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന കല്ലറ നിനക്കൊരു വിഷയമാണ്. നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന കല്ലറ നിന്റെ വിചാരത്തിൽ, നിന്റെ ചിന്താ മണ്ഡലത്തിൽ അത് വലുതാണ്. എന്നാൽ ഇന്ന് രാത്രികാലം പ്രവർത്തിക്കും ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നിന്റെ വിഷയങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കുക. യഹോവ പ്രവർത്തിക്കും, അത് ആര് തടുക്കും എന്ന ദൈവവചനം. ഇന്ന് രാത്രികാലം ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ തടുക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവം വഴി തുറക്കാൻ തുടങ്ങിയാൽ ആരും അത് തടുക്കത്തില്ല. ഇന്നു രാത്രികാലം ദൈവ പൈതലെ, ദൈവാത്മാവ് ഈ ഭവനത്തോട് ഒരു ആലോചന വിളിച്ചു പറയുന്നു. നിന്റെ അസാധ്യങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പീര്. നിന്റെ കഴിയാത്ത അവസ്ഥകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്ക്. നീ ഓടിയിട്ടും നീ അധ്വാനിച്ചിട്ടും തുറക്കാത്ത അവസ്ഥകളെ, തുറക്കാത്ത വഴികളെ ഇന്നു രാത്രികാലം സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാനാണ് നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത്, ഞാനാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഞാനാണ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. മനുഷ്യനെയും മനുഷ്യ സംസാരങ്ങളെയും മനുഷ്യ സാധ്യ വാക്കുകളെയും ഇന്നു രാത്രി നീ മറക്ക. ദൈവത്തിന് മാത്രം സാധ്യതകൾ വിട്ടുകൊടുക്ക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മാർത്തയും മറിയയും എന്തിന് തയ്യാറായി? മാർത്തയും മറിയയും എന്തിന് തയ്യാറായി? വിശ്വാസത്തോടെ അവർ ഇറങ്ങുവാൻ തയ്യാറായി. അവർ കടന്നു പോകുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം മർക്കോസ് 16 2-ാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ കാണുവാൻ കഴിയുന്നത് പോലെ, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? ആര് കല്ല് ഉരുട്ടി മാറ്റും? ഒരു ചോദ്യം അവിടെ. Who will roll away the stone for us? ആര് ഈ കല്ലിനെ മാറ്റും? എന്താണ് ആര് മാറ്റുമെന്നുള്ള ചോദ്യമാണ് ഉയർന്നത്? മറ്റൊന്നുമില്ല. കാരണം നമ്മൾ മത്തായി 27-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ. എന്തുവാണ് കാരണം? പീലാത്തോസ് ഭടന്മാരെ കൊടുത്തു. മഹാപുരോഹിതന്മാർ തങ്ങളാലും ആകുമ്പോഴും എന്തുറപ്പാക്കി? കല്ലറ ഉറപ്പാക്കി. ഭടന്മാരുടെ ചുറ്റപ്പെട്ടൊരു സമൂഹം അതിനെ ചുറ്റി നിൽക്കുന്നു. റോമ ഗവൺമെന്റ് ഇംപീരിയൽ മുദ്ര കല്ലറയെ കിടക്കുന്നു. നമ്മളാന്നേ പറഞ്ഞ എന്ത് ഇനി പോയിട്ട് നമ്മൾ അതേ പറയത്തുള്ളൂ. നമ്മൾ എന്ത് പറയും? ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്, പാട്ടൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ഇനിയും പോയിട്ട് കാര്യമില്ല. എന്നാൽ ദൈവം അതല്ല നോക്കുന്നത്. അസാധ്യകൾ നിന്റെ മുമ്പിലുണ്ട്, ശരിയാണ്. സാഹചര്യം നിനക്ക് പ്രതികൂലമാ, ശരിയാണ്. എന്നാൽ നിന്റെ സാഹചര്യത്തിനേക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം. നിന്റെ വിഷയത്തെക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം. നിന്നെ ചിന്തിക്കുന്ന നിന്റെ വിഷയങ്ങൾ ഒരു പക്ഷെ നിനക്ക് വലുതായിരിക്കാം, എന്നാൽ എൻ്റെ ദൈവത്തിന് ഒന്നും കഴിയാത്തതില്ല. വചനം വിളിച്ചു പറയുന്നു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? യഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ല. വചനം വിളിച്ചു പറയും, നിന്റെ ഭാരം
യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ആരാണ് നിന്നെ പുലർത്തുന്നത്? നിന്റെ കഴിവാണോ? നിന്റെ ബലമാണോ? നിന്റെ സമൃദ്ധിയാണോ? അല്ലേ, അല്ല. യഹോവയാണ് നിന്നെ പുലർത്തുന്നത്. അങ്ങനെയെങ്കിൽ യഹോവയാൽ പുലർത്തപ്പെടുന്ന ഒരു വ്യക്തി ലജ്ജിതനാകാൻ യഹോവ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ മാർത്തയും മറിയയും ഇപ്പോൾ എവിടെ പോവുകയാണ്? കല്ലറയ്ക്കലേക്ക് പോവുകയാണ്. 28:2 നമ്മൾ വായിച്ചല്ലോ. കല്ലറയ്ക്കലേക്ക് അവർ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർ കാണുന്നില്ല. അവരെന്ത് കാണുന്നില്ല? കല്ലുരുണ്ടുമാറിയതും ഭൂകമ്പം സംഭവിച്ചതും അവർ കാണുന്നില്ല. ബൈബിൾ വായിക്കുമ്പോൾ പലവിധ ഭൂകമ്പങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. എവിടൊക്കെ ഭൂകമ്പം ഉണ്ടായി അവിടൊക്കെ വിടുതൽ നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എവിടൊക്കെ ഭൂകമ്പം ഉണ്ടായി അവിടൊക്കെ എന്ത് നടന്നിട്ടുണ്ട്? വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ ചിന്തിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തി 12:5 പത്രോസിനെ ഭൂകമ്പത്തിൽ കൂടെ ദൈവം വിടുവിച്ചു. അപ്പോസ്തല പ്രവൃത്തി 26, 23, 26 പൗലോസിനെ ശീലാസിനെ ദൈവം ഭൂകമ്പം ഉണ്ടാക്കി വിടുതൽ കൊടുത്തു. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു. ഇതൊക്കെ ഒറ്റ ഭൂകമ്പം കൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 2 അതിന്റെ 2-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. അഗ്നിജ്വാല പോലെ പിളർനാവുകൾ അവർ മധ്യ പ്രത്യക്ഷനായി. അവർ പുതുഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവിടെയും ഒരു ഭൂകമ്പം ഉണ്ടായി. ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായ മേഖലകളിലെല്ലാം എന്തും നടന്നിട്ടുണ്ട്? ഒരു വിടുതൽ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വായിച്ചതും അത് തന്നെയാണ്. യഹോവയുടെ ദൂതൻ, പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. യഹോവയുടെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി. അപ്പോൾ യഹോവയുടെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയാൽ അവൻ മടങ്ങുന്നത് നിന്റെ വിഷയത്തിന് മറുപടിയുമായിട്ടായിരിക്കും. എത്ര പേരെന്ന് പകൽക്കാലം രാത്രികാലം വിശ്വസിക്കുന്നു നമ്മുടെ വിഷയം നമുക്ക് വലുതാ, എന്നാൽ യഹോവയ്ക്ക് അത് വലുതല്ല. ഇന്ന് രാത്രികാലം നമ്മൾ പലതും അസാധ്യമെന്ന് പറഞ്ഞ് മടക്കി വെക്കുമ്പോൾ മാർത്തയും മറിയയും എന്തുവാ ചിന്തിച്ചത്? കല്ല് ഉരുട്ടി മാറ്റാൻ എനിക്ക് പറ്റത്തില്ല, എന്റെ കഴിവിന് പറ്റത്തില്ല, ഇതെങ്ങനെ സാധ്യം? പ്രൈസ് ദി ലോർഡ്. എന്നാൽ അസാധ്യങ്ങളുടെ നടുവിൽ നിന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിക്ക് നീ പ്രാധാന്യം കൊടുത്താൽ 2 തരത്തിലുള്ള ശക്തിയുണ്ട്. ഒന്ന് പോസിറ്റീവ് എനർജി, 2 നെഗറ്റീവ്. ഡൈനാമിക് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡൈനാമ എന്ന പദം ഉണ്ടായത്. ഡൈനാമ നമുക്ക് സൈക്കിൾ ചവിട്ടുന്ന എല്ലാവർക്കും അറിയാം എന്തുവാ ഡൈനാമ എന്ന്. എന്താണ്, എങ്ങനെ ഡൈനാമിക്കകത്ത് ശക്തി ഉണ്ടാക്കുക? ലൈറ്റ് പുറത്തു വരുന്നത് നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ഈ സൈക്കിൾ ചവിട്ടുന്ന അനുസരിച്ച് ഡൈനാമയിൽ നിന്ന് എന്ത് പുറത്തു വരും? ഒരു പവർ പുറത്തു വന്ന് അതിൽ നിന്നൊരു പ്രകാശം പുറത്തു വരും. അപ്പോൾ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരുന്നാൽ എന്ത് ചെയ്യുകയില്ല? അതിന്റെ ശക്തി പുറത്തു വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നിന്റെ വിഷയം എന്തോ, എത്ര കല്ലോ മേടോ എന്തുമായിക്കോട്ടെ, കയറ്റമോ ഇറക്കമോ എന്തുമായിക്കോട്ടെ, നീ എന്ത് ചെയ്താൽ മതി? നീ അതിനെ ചവിട്ടിയാൽ മതി. നിന്നിൽ നിന്ന് തന്നെ ആ ശക്തി പുറത്തു വരും. നിന്നിലൂടെ തന്നെ ആ പ്രകാശം പുറത്തു വരും. നിന്റെ അയൽക്കാരന് കൂടെ അല്ല, നിന്റെ സഹോദരന് കൂടെ അല്ല, നിന്നിലൂടെ തന്നെ ആ വിടുതൽ നീ കാണും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? നീ ഒരു വ്യത്യസ്തനാണ്, നീ ഒരു വിലയുള്ളവനാണ്. നിന്നെ അവൻ വിലയ്ക്ക് വാങ്ങിയത് അവന്റെ രക്തം നൽകിയാണ്. അങ്ങനെയെങ്കിൽ നീ ഒരു വിലയുള്ളവനാണ്. നിന്റെ അസാധ്യങ്ങളെ കണ്ടുകൊണ്ട് ദൈവം നിന്നെ കണ്ട് മൗനമായിരിക്കത്തില്ല. നിന്റെ അസാധ്യങ്ങളെ കണ്ടുകൊണ്ട് ദൈവം നിനക്കു വേണ്ടി ഇറങ്ങി വരുന്നവനാണ്. ആ ശക്തി നിന്നിലൂടെ തന്നെ പുറപ്പെടുവിക്കുന്നവനാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 28-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ കണ്ടതുപോലെ പെട്ടെന്ന് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തുരുട്ടി മാറ്റി? എന്തുവായിരുന്നു സഹോദരിമാരുടെ വിഷയം? ആ കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ വിഷയത്തിന് ആര് പരിഹാരം തരുമെന്നാണ് അവരെ അലട്ടിയ ചോദ്യം. എന്നാൽ അവർ അവിടെ എത്തിയോ? അവര് കണ്ടോ? അവരവിടെ എത്തിയില്ല. അതിനു മുമ്പ് എന്തിറങ്ങി? കർത്താവിന്റെ ദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ വിഷയത്തെ നീ സമീപിക്കുന്നതിന് മുമ്പാകെ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവശക്തിയുണ്ട്. നീ നിന്റെ വിഷയത്തെ സമീപിക്കുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആ വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്.
നീ നിന്റെ വിഷയത്തെ സമീപിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടായിരിക്കാം. നീ നിന്റെ സാഹചര്യത്തെ സമീപിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം വിളിച്ചു പറയുന്നു, നീ നിന്റെ വിഷയത്തിന്റെ മറുപടിക്കായി ഇന്നു രാത്രികാലം ഇറങ്ങ. നിന്റെ വിഷയത്തിന്റെ പരിഹാരത്തിനായി ഇന്നു രാത്രികാലം വിശ്വാസത്തോടെ ഇറങ്ങ. മാർത്തയും മറിയയും വിശ്വാസത്തോടെ കാലെടുത്ത് വെച്ചപ്പോൾ അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൂതൻ അവിടെ ഇറങ്ങി. അടുത്തത് കല്ല് ഉരുട്ടി മാറ്റി. അതിന്റെ മുകളിൽ എന്താണ് ഇത് കാണിക്കുന്നത്? നിന്റെ വിഷയത്തെ സ്വർഗത്തിലെ ദൂതൻ ഉരുട്ടി മാറ്റി. ദൈവശക്തി നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങിയാൽ ആ വിഷയം ഉരുണ്ടുമാറി. ഇനി മേലാൽ ആ വിഷയം തിരിച്ചു വരാതെ വേണം അതിന്റെ മധ്യേ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. അപ്പോൾ ഒന്ന് കരണ്ട് ഒരു സൈഡിൽ പൊക്കോട്ട്, കുഴപ്പമില്ല. ഞാൻ ബൈബിൾ വായിപ്പിക്കുന്നില്ല. ആ ഭാഗം നമ്മൾ ഇങ്ങനെ പറഞ്ഞു പൊക്കോളാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. കരണ്ട് വഴിക്ക് പോട്ടെ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? യഹോവയുടെ ദൂതൻ ഇറങ്ങി കല്ല് ഉരുട്ടി മാറ്റി. എന്താണ് സംഭവിച്ചത്? അടുത്തത് അതിന്റെ മുകളിൽ, ഇങ്ങനെ ബൈബിൾ വായിക്കുന്ന ബുദ്ധിമുട്ടാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു പൊക്കോളാം. എനിക്ക് ആ ഭാഗം അറിയാം. അപ്പോൾ യഹോവയുടെ ദൂതൻ ഇറങ്ങി കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ മുകളിൽ ഇരുന്നു. മൂന്ന് കാര്യം സംഭവിക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. രണ്ട്, വിഷയം ഉരുണ്ടു മാറി. മൂന്ന്, വിഷയത്തിന്റെ മുകളിൽ ആരിരുന്നു? ദൂതൻ ഇരുന്നു. മാർത്തയും മറിയയും എന്തുവാ ചോദിച്ചത്? നമ്മുടെ ചോദ്യം മറക്കരുത്. ആരെനിക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുന്നു? എന്നാൽ അവർ ചെയ്യുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിന്മേൽ ആരും പ്രവർത്തിക്കാനില്ല. കാര്യം സാരമില്ല. നീ വിചാരിക്കുന്നവരെല്ലാം നിനക്ക് പ്രതികൂലമാ. സാരമില്ല. ആരെനിക്ക് വേണ്ടി വഴി തുറക്കുമ്പോൾ നീ ചോദിക്കുന്നു. സാരമില്ല. നിനക്ക് വഴി ഇന്ന് വരെ തുറന്നത് നിന്റെ ജീവിതത്തിൽ നിന്നെ സഹായിച്ച മനുഷ്യനല്ല, നിന്നെ സംരക്ഷിച്ച മനുഷ്യനല്ല. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത്ഭുതത്തിന്റെ വഴികൾ തുറന്നത് നിന്നെ സൗഖ്യമാക്കിയ സ്വർഗമാണ്. നിന്നെ വിളിച്ചവനായ ദൈവമാണ്. അതാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്. നമ്മെ വിളിച്ചവൻ ഉന്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അപ്പോൾ നമ്മെ വിളിച്ചവൻ അവൻ നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശമുള്ളവനാണ്. എന്നെ കൺമണി പോലെ കാക്കുവാൻ ആ ദൈവം ശക്തനാണ്. ആ ദൈവസന്നിധിയിൽ, ആ ദൈവ സാന്നിധ്യത്തിൽ ഇന്നു രാത്രി നമ്മെ തന്നെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ദൂതൻ ഒന്ന് ഇറങ്ങി. രണ്ട്, ദൂതൻ കല്ലുരുട്ടി മാറ്റി. മൂന്ന്, ദൂതൻ കല്ലിന്റെ മുകളിൽ ഇരുന്നു. അതിന്റെ 4-ാം വാക്യം വായിക്കാം. കാണുമെങ്കിൽ കാവൽക്കാർ അങ്ങനെ കണ്ടതല്ല, അവനെ കണ്ട്. കാവൽക്കാർ എന്ത് ചെയ്തു? അവനെ കണ്ട്. എന്തിനെ കണ്ട്? നിന്റെ വിഷയത്തിന്റെ മറുപടിയെ കണ്ട് പേടിച്ചു. എന്തുവായിരുന്നു ഇന്നലെ വരെ മാർത്തയും മറിയയും അലട്ടിയ ചോദ്യം? ആര് കല്ലുരുട്ടി മാറ്റുമെന്ന? എന്നാൽ നിന്റെ വിഷയത്തിന്റെ മറുപടി കണ്ട് ആര് പേടിച്ചു? നിന്റെ പ്രതിയോഗി പേടിച്ചു. എന്തിനാ കാവൽക്കാർ കല്ലറയുടെ മാർക്ക നിന്നത്? കല്ലരി ഉരുണ്ടു മാറാതിരിക്കാനാ. എന്തിനാ റോമാ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്രയിട്ട് പൂട്ടിയത്? കല്ലനി ഉരുണ്ടു മാറാതിരിക്കാനാ. ഒരുപാട് ചോദ്യങ്ങൾ ചുറ്റുമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റുമുണ്ട്, ഒരുപാട് സാഹചര്യങ്ങൾ ചുറ്റുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രിക്കാൽ ദൈവത്തിന്റെ പൈതലേ, ദൈവാത്മാവ് നിന്നോട് ഒരു ആലോചന അറിയിക്കുന്നു. നിന്റെ വിഷയങ്ങൾ നിന്റെ ചുറ്റും ഉയർന്നു പൊങ്ങിക്കോട്ടെ, നിന്റെ പ്രതികൂലങ്ങൾ നിന്റെ ചുറ്റും ഉയർന്നു പൊങ്ങിക്കോട്ടെ. എല്ലാവരും പറഞ്ഞോട്ട് ചുറ്റും പടയാളികൾ മാത്രമാ. എങ്ങനെ ഇതിനൊരു മറുപടിയുണ്ട്, എങ്ങനെ ഈ വിഷയത്തിന് ഒരു പരിഹാരമുണ്ട് എന്ന് നിന്റെ ചുറ്റും നിൽക്കുന്നവർ ചോദിച്ചോട്ട്. നീ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത് മനുഷ്യനല്ല, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് മനുഷ്യനല്ല, നിനക്ക് വേണ്ടി വിടുതലയക്കുന്നത് മനുഷ്യനല്ല. ഇന്ന് രാത്രിക്കാൽ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വിഷയത്തിന്മേൽ സ്വർഗം നമുക്ക് വേണ്ടി ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരട്ടെ. നമ്മുടെ പ്രശ്നത്തിന്മേൽ സ്വർഗം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരട്ടെ. മറ്റൊരുത്തിനും രക്ഷ നമുക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല. ദൈവ സാന്നിധ്യത്തിൽ മാത്രമേ നമ്മുടെ വിഷയത്തിന് പരിഹാരമുള്ളൂ. ദൈവകൃപയിൽ മാത്രമേ നമ്മുടെ വിഷയത്തിന് പരിഹാരമുള്ളൂ. ഇന്ന് രാത്രി കാലം നമ്മുടെ വിഷയത്തെ ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പൊ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി അവനെ കണ്ടിട്ട് പടയാളികൾ പേടിച്ച് എന്തുവായി? മരിച്ചവരെ പോലെയായി. നമ്മൾ ആരെയായിരുന്നു ഇതുവരെ പേടിച്ചത്? ഇതുവരെ പേടിച്ചത് കല്ലറയും മുദ്രയിട്ടവനെയുമായിരുന്നു. എന്ന് വെച്ചാൽ പീലാത്തോസിനെയും മഹാപുരോഹിതനെയായിരുന്നു ഇന്നുവരെ പേടിച്ചത്. എന്നാൽ നിന്റെ പേടിയെ, നീ ഭയക്കുന്നതിനെ,
നീ ഭയപ്പെട്ട് എങ്ങനെ ഇതിൽ നിന്നൊരു വിടുതലുണ്ടോ നീ ചിന്തിക്കുന്നതിനെ മരിപ്പിക്കുന്ന ഒരു സ്വർഗം. മരിപ്പിക്കാന്ന് വെച്ചാൽ എന്തു അർത്ഥം? ഇല്ലാതാക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തുമായിരുന്നു നമ്മുടെ വിഷയം? ആര് കല്ലുരുട്ടി മാറ്റുമെന്നായിരുന്നു. എന്നാൽ നീ ചെല്ലുന്നതിന് മുമ്പാകെ നിന്റെ വിഷയത്തിന്മേൽ, നിന്റെ വിഷയത്തിന് എതിരെ ഉയർന്നു നിൽക്കുന്ന നിന്റെ പ്രശ്നത്തെ മരിപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ ചെല്ലുന്നതിന് മുമ്പാകെ നിന്റെ വിഷയത്തിന്റെ വേദനകളുടെ, പ്രശ്നങ്ങളുടെ ആ പ്രതിസന്ധിയെ അവൻ മരിപ്പിച്ച് നിനക്കൊരു വിടുതൽ തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിക്കാലം നമ്മൾ വായിച്ച ഇപ്രകാരമാണ്: അവർ നോക്കിയാറെ കല്ലറയുടെ കല്ല് ഉരുണ്ടു മാറിയതായി കണ്ടു. ഇന്ന് രാത്രി കാലം എത്ര പേർ വിശ്വാസത്തോടെ നിന്റെ വിഷയങ്ങളെ നോക്കാൻ തയ്യാറുണ്ട്? വിശ്വാസത്തോടെ നിന്റെ വിഷയങ്ങളെ നോക്കാൻ തയ്യാറുണ്ട്. ഒരുപക്ഷെ നിന്റെ വിചാരം എങ്ങനെ മാറുമെന്ന്, എന്നാൽ നീ സമീപിക്കുമ്പോൾ, നീ നിന്റെ വിഷയത്തിന് നടുവിലെത്തുമ്പോൾ ആ വിഷയം നിനക്ക് വേണ്ടി ഇതാ വഴിമാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെ അലട്ടിയ ചോദ്യം, ആര് ഞങ്ങൾക്ക് വേണ്ടി ചെങ്കൽ വിഭജിക്കുമെന്ന. എന്നാൽ അവർ എത്തിയാറേ ചെങ്കൽ അവർക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടു. യോശുവയും സംഘത്തെയും അലട്ടിയത് എങ്ങനെ യോർദാൻ വിഭജിക്കപ്പെടുമെന്ന്. എന്നാൽ അവർ വിശ്വാസത്തോടെ കാലെടുത്ത് വെച്ചപ്പോൾ യോർദാൻ പിൻവലിക്കപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമല്ല നമുക്ക് വിടുതൽ തരുന്നത്. നമ്മൾ പഠിക്കുന്നതോ, നമ്മൾ നേടുന്നതോ, നമ്മുടെ കുടുംബ മഹിമയോ, നമ്മൾ ആയിരിക്കുന്ന സ്ഥാനമോ, ഇതൊന്നുമല്ല നമ്മെ വിടുവിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി മാത്രമാണ് നമ്മെ വിടുവിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തിക്കൊന്ന് പ്രാധാന്യം കൊടുക്കാം, ദൈവിക സാന്നിധ്യത്തിനൊന്ന് പ്രാധാന്യം കൊടുക്കാം, ദൈവിക കൃപയ്ക്കൊന്ന് പ്രാധാന്യം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വചനം വിളിച്ചു പറയുന്നത് എന്താണ്? യഹോവയുടെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിറങ്ങി അത്ഭുതം ചെയ്തു, അവനെ കണ്ടിട്ട് അവർ മരിച്ചവരെ പോലെയായി. പ്രൈസ് ദി ലോർഡ്. മാർക്കോസ് സുവിശേഷം കടന്നു വരാം. 16-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കാം. അവർ നോക്കിയാറേ. ആര് നോക്കിയാറേ? മാർത്തയും മറിയയും നോക്കിയാറേ. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഇടയ്ക്ക് ആഡ് ചെയ്യേണ്ടതാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായം നമ്മൾ വായിച്ച പെട്ടെന്നുണ്ടായ ഭൂകമ്പവും ദൂതനിറങ്ങിയ സന്ദർഭവും. മർക്കോസ് ആ ഒരു ഭാഗം ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 ഭാഗമായിട്ട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അവർ നോക്കിയാറേ. അവർ നോക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു നമ്മൾ ചിന്തിച്ചു. എന്ത് സംഭവിച്ചു അവിടെ? യഹോവയുടെ ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റി. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവർ നോക്കിയാറേ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുണ്ടു മാറിയതായി കണ്ടു. അടുത്തത് അത്. എന്താണ് നമ്മുടെ വിഷയം? എന്താണ് നമ്മെ അലട്ടുന്നത്? നമ്മുടെ പ്രശ്നം എന്തുമായിക്കോട്ടെ, അത് നമുക്ക് വലുതാ. അവർ മാർത്തയെ മറിയിക്കുന്നത് എന്തുവാ? ഏറ്റവും വലുതല്ല, ഏറ്റവും വലുത് എന്ന് വെച്ചാൽ അവരുടെ വിചാരം കൊണ്ടോ, അവരുടെ ബുദ്ധി കൊണ്ടോ, അവരുടെ ഇച്ഛാശക്തി കൊണ്ടോ അവർ കളക്കുവാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നമാണ് അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചത്. എന്നാൽ അവർ നോക്കിയാറേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ നിന്റെ വിഷയത്തെ ഇന്ന് പകൽ വിശ്വാസത്തോടെ നോക്കാൻ തയ്യാറാണോ? അവിശ്വാസം കൊണ്ടിരുന്നാൽ നീ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി കാലം മാർത്തയും മറിയയും അവരുടെ വിശ്വാസത്തെ ഹല്ലേലൂയ അവർ കാലെടുത്ത് മുമ്പോട്ട് വെച്ച് നോക്കുവാനിടയായി. അവർ മുമ്പോട്ട് കാല് വെച്ചപ്പോൾ അവർക്ക് വേണ്ടി ആര് വാതിൽ തുറന്നു? സ്വർഗം വാതിൽ തുറന്നു. അവർ നോക്കിയാറെ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുണ്ടു മാറിയതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന എന്ത് പ്രശ്നവുമാകട്ടെ, നമ്മെ അലട്ടുന്ന ഏത് പ്രതികൂലവുമാകട്ടെ, ഇന്ന് രാത്രി കാലം നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനാണ്. യഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ല, യഹോവയ്ക്ക് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രികാലം നമ്മൾ ഒന്നു മാത്രം ചെയ്താൽ മതി. എന്ത്? നമ്മുടെ വിഷയത്തിന് മേൽ കാലെടുത്ത് വെക്കാൻ തയ്യാറാവുക, നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ കാലെടുത്ത് വെക്കാൻ തയ്യാറാവുക. മറ്റൊരു വിധത്തിലും രക്ഷയില്ല. നമ്മൾ ഭവനത്തിൽ ഇരുന്നാൽ നമ്മുടെ വിടുതൽ നമ്മൾ കാണത്തില്ല. പ്രൈസ്. എന്നാൽ സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഇന്ന് രാത്രികാലം ഒന്ന് ഉയർത്താം. വചനം വിളിച്ചു പറ, എന്റെ സഹായമോ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ കാൽ വഴുതുവാൻ
അവൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ പൈതലേ, നീ നീതിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ? നീ ഈ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? നിന്റെ കണ്ണുകൾ ഉയരത്തിലേക്കാണ് നീ ഉയർത്തിയത്. അങ്ങനെയെങ്കിൽ മാർത്തയും മറിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച സ്വർഗം നിനക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ ശക്തനാണ്. നിനക്ക് വേണ്ടിയും വഴി തുറക്കാൻ അവൻ ശക്തനാണ്. അസാധ്യമെന്ന് മനുഷ്യൻ വിധി എഴുതിക്കോട്ടെ, നടക്കത്തില്ലെന്ന് മനുഷ്യൻ വിധി എഴുതിക്കോട്ടെ, ഇതെങ്ങനെ സംഭവിക്കും നീ ചോദിച്ചോട്ടെ. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവത്തിന്റെ കൈ കുറുകെ പോയിട്ടില്ല. വചനം വിളിച്ചു പറയുന്നു, പ്രവർത്തിക്കാൻ കഴിയാതെ വേണം യഹോവയുടെ കൈ മന്ദമായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വേണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ യഹോവയ്ക്ക് പ്രവർത്തിക്കാൻ സമയം വിട്ടുകൊടുക്കാം. മാർത്തയും മറിയ അവരുടെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി. അവരുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. അവരുടെ വിശ്വാസമേ സ്വർഗത്തിലെ അത്ഭുതത്തിന്റെ കരം കാണാൻ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രി കാലം നമ്മുടെ വിഷയത്തെ ദൈവസനെ നമുക്കൊന്ന് ഇറക്കി വെക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് ദൈവസനെ ഇറക്കി വെക്കാം. അവർ യേശുവിന്റെ ഉയർപ്പിന് ശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, അവർ നിന്നാറേ, അവർ നോക്കിയാറേ, കല്ലറ ഉണ്ടുമാറി. അവർ അതിന്റെ അരികിൽ നിൽക്കുന്ന ഒരു യജമാനെ കണ്ടുകൊണ്ട് അവരിങ്ങനെ ചോദിക്കുന്നു, യജമാനെ, ഗുരുവിനെ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾ എന്ത് ചെയ്തോളാം, അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം. അവരുടെ വിശ്വാസം തീവ്രതയെ നോക്കിയേ. അവർ എന്തു പറയുന്നു? യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിനെ സ്നേഹിച്ച 2 സ്ത്രീകൾ മാത്രമാണ് അവിടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്നേഹിച്ച 2 സ്ത്രീകൾ മാത്രമാണ് അവിടെ. അവരെന്തിനാ വരുന്നത്? യേശുവിനെ ആരാധിക്കാനാ വരുന്നത്. അവർ സമീപിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ വിശ്വാസം മരിച്ച യേശു മാത്രമാണ്. എന്നാൽ അവർ സമീപിച്ചപ്പോൾ അവർ കണ്ടത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ഇങ്ങനെ ബോധിക്കുന്നു, യജമാനെ എവിടെയാ വെച്ചത്? അവനെ ഒന്ന് കാണിച്ചു തരണമേ. യേശു എന്തോ പറഞ്ഞത്? അവിടെ എന്താണ് പറഞ്ഞത്? അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്നു താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാരോട് അറിയിച്ചു. അപ്പൊ ആരാണ് ഇപ്പൊ ശിഷ്യന്മാരോട് അറിയിക്കുന്നത്? ശിഷ്യന്മാരാണോ ആദ്യം കണ്ടത്? അവര് എന്താ ചെയ്തതെന്ന് അറിയാമോ? പത്രോസ് എന്തോ ചെയ്തേ? യേശുവിന്റെ മരണശേഷം പത്രോസ് എന്തോ ചെയ്തേ? എടാ, അവൻ പഴയ പണിക്ക് പോയി. എന്തോ അവന്റെ പഴയ പണി? അവൻ പടകും എടുത്ത് മീൻ പിടിക്കാൻ പോയി. അവൻ എന്തോ ചിന്തിച്ചേ? എടാ, ഗുരു മരിച്ചു, ഇനി നമുക്ക് ഇനി ഗുരുവിന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. അവൻ നല്ലൊരു ശിഷ്യനായിരുന്നു, നല്ലൊരു അത്ഭുതം ചെയ്തവനായിരുന്നു, നല്ലപോലെ വിടുതൽ ചെയ്തവനായിരുന്നു, അനേകം മരിച്ചവരെ ഉയർപ്പിച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. ഇനി അവൻ എന്ത് ചെയ്യാൻ? ഇനി ഞാൻ എന്റെ പഴയ പണിക്ക് പോകാന്ന് പറഞ്ഞ് പത്രോസ് പോലും തിരിഞ്ഞുപോയി. പത്രോസിനോട് എന്തോ ദൈവിക വാക്തത്വം? പത്രോസേ, നീ പാറയാകുന്നു. പെട്ര എന്ന ഗ്രീക്ക് പദത്തിൽ, പെട്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന്, പാറക്കഷ്ണങ്ങൾ എന്നുള്ള പദത്തിൽ നിന്ന് നീ ഒരു പാറക്കഷ്ണമാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നുള്ള വാക്തത്വം ആരോടാണ് അറിയിച്ചത്? ഈ പത്രോസിനോടായി. ഇപ്പോൾ പത്രോസ് എന്തിനാ പോയത്? എന്നാൽ മാർത്തയും മറിയയും നോക്കി അവരോട് പ്രത്യേക വാക്തത്വം ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവർ യേശുവിന് ഉയർപ്പ് ആദ്യം കണ്ടു. എന്തുകൊണ്ട് കണ്ടു? അവർ അവരുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. കല്ലറ അടഞ്ഞതായിക്കോട്ടെ, വിഷയങ്ങൾ അടഞ്ഞു കിടന്നോട്ടെ, ഞങ്ങളുടെ ഉദ്ദേശം യേശുവിന്റെ ശരീരത്തിന്മേൽ സുഗന്ധ തൈലം പൂശുക എന്നതാണ്. അതിനുവേണ്ടി അവർ തയ്യാറായപ്പോൾ അവർ കണ്ട യേശു എങ്ങനെയുള്ളതാ? ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. അവർ പിന്നെ മുന്നോട്ട് കടന്നുപോയി. അവർ ഓടുകയാണ്. എന്തിനു വേണ്ടി അവർ ഓടുന്നു? യേശു ഉയർത്തെഴുന്നേറ്റ് ആദ്യം എവിടോട്ടാ വന്നേ? യെരൂശലേമാണ് വിശുദ്ധ സ്ഥലം. എന്നാൽ വചനം പഠിക്കുമ്പോൾ കാണുമ്പോൾ യേശു ആദ്യം വിശുദ്ധ സ്ഥലമായ യെരൂശലേമിലല്ല വന്നത്. പിന്നെ യേശു എവിടേക്കാ വന്നേ? ഗലീലയിലേക്കാണ് വന്നത്. താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഗലീലയിലേക്കാണ് യേശു വന്നത്. എന്തിന് ഗലീലയിലേക്ക് യേശു വന്നു? എന്താണ് ഗലീല എന്ന വാക്കിന്റെ അർത്ഥം? ഗലീല എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് പ്ലേസ്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ, അവർ ചെയ്യുന്ന ജോലി മേഖലകളിൽ അവർ നിൽക്കുന്ന സ്ഥലമാണ് എവിടെ? ഗലീല. യേശു ഉയർത്തെഴുന്നേറ്റ് എവിടെയാ വന്നത്? നിന്റെ ജീവിതത്തിലെ വിഷയത്തിന്റെ നടുവിലേക്ക് യേശു വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. കറണ്ട് പോയപ്പോൾ നിങ്ങളുടെയും കറണ്ട് പോയെന്ന് തോന്നുന്നു. നിങ്ങൾ ചുമ്മാതിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന ആളാ എന്ത് ചെയ്യുന്നത്? കൂടുതൽ വേർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ വായ് ഇങ്ങനെ മൗനമായിരുന്നാൽ എന്റെയും പ്രസംഗം ഇങ്ങനെ മൗനമായി പോകും. നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ടിരി. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ എന്തുവിടെ സംഭവിച്ചത്? ഇപ്പൊ യേശു എവിടം വരെയായി? ഗലീല വരെയായി. നിങ്ങൾ മൗനമായാലും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ യേശു എവിടം വരെ വന്നു? ഗലീലേ വന്നു. ഗലീല എന്ന വാക്കിന്റെ അർത്ഥം പത്രോസ് പിന്തിരിഞ്ഞു പോയി. ശിഷ്യന്മാരൊക്കെ മീൻപിടുത്തത്തിനും അവരുടേതായ ചിന്തകളിലും വിഷമങ്ങളിൽ അവർ മുഴുകി നിന്നപ്പോൾ അവരുടെ നടുവിലേക്ക് യേശു ഇറങ്ങി വന്നു. നീ നിന്റെ വിഷയത്തെ സമീപിക്കുന്നത് ആര് കല്ലുരുട്ടി മാറ്റുമെന്ന, എന്നാൽ നിന്റെ വിഷയം നിന്റെ നടുവിലേക്ക് ഇതാ ഇറങ്ങി വരുന്നു. നിന്നെ അലട്ടിയ വിഷയം ആര് കല്ലുരുട്ടി മാറ്റുമെന്ന, എന്നാൽ അതേ വിഷയത്തിന്റെ മറുപടി ഇതാ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെ? യേശു ഉയർത്തെഴുന്നേറ്റു. അവർ ആയിരുന്ന ആ ആലയത്തിന് നടുവിൽ ഇറങ്ങി വന്നിട്ട് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കുമായി അവൻ ഇറങ്ങി വരുന്നു. ദൈവ പൈതലേ, ഇന്ന് രാത്രി കാലം എനിക്കും നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമാണ്, നിന്റെ വിഷയത്തിന്റെ നടുവിൽ നിന്റെ ജീവിതത്തിൽ ഉരുട്ടി വെച്ച കല്ലിനെ കണ്ടുകൊണ്ട് നീ ഭയപ്പെടേണ്ട. കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനാണ്. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഉരുട്ടി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി കാലം ഭയപ്പെടാതെ ദൈവത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. ഭയപ്പെടാതെ നമ്മുടെ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കാം. നമ്മൾ പകൽ കേട്ടതുപോലെ ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നവനാണ്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ, നിന്റെ വിശ്വാസത്തിനകത്ത് യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ നിന്റെ കല്ലിനെ ഉരുട്ടി മാറ്റുന്നവനാണ്. അവൻ നിന്റെ വിഷയത്തെ ഉരുട്ടി മാറ്റുന്നവനാണ്. ഉരുട്ടി മാറ്റുക മാത്രമല്ല, അതിന്റെ മറുപടി നിന്നെ കാണിക്കുന്നവനും കൂടെയാ. അപ്പൊ കല്ലുരുണ്ടു മാറുക മാത്രമല്ല അവിടെ നടന്നത്, എന്തും കൂടെ നടന്നു. ഇന്ന് പലയിടത്തും പല അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ്? പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ പലരും കാണുന്നുണ്ട്. പക്ഷെ ആ അത്ഭുതം കൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു ഇപ്രകാരം, തിരുവനന്തപുരത്തിനടുത്ത് മറിയത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ കണ്ണുനീര് ഒഴുകുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. അവരവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, അല്ലാതെ ആർക്കേലും ആ കണ്ണുനീര് കൊണ്ട് പ്രയോജനമുണ്ടോ? എന്നാൽ എന്റെ യേശു കല്ല് ഉരുട്ടി മാറ്റുക മാത്രമല്ല, ആ കല്ലറയിൽ നിന്ന് അവൻ പുറത്തു വരികയും ചെയ്തവനാണ്. അവന്റെ ഉയർപ്പ് കൊണ്ട്, അവന്റെ വിഷയത്തിന്റെ വിടുതൽ കൊണ്ട് എനിക്കൊരു പ്രയോജനമുണ്ടായി. എന്താണ് എനിക്കുണ്ടായ പ്രയോജനം? എന്നെ അവൻ മക്കളും അവകാശികളുമായി തീർത്തു. പാപത്തിന്റെ അധികാരത്തിൽ കിടന്ന എന്നെ അവന്റെ രക്തത്താൽ, അവന്റെ മരണത്താൽ, അവസാനത്തുള്ള രക്തം വരെ എനിക്ക് വേണ്ടി ചൊരിഞ്ഞതിനാൽ അവന്റെ രക്തം കൊണ്ട് എനിക്ക് അവനൊരു മറുവില നൽകി. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന മറുവില്ല? അവന്റെ രക്തമാണ് മറുവില്ല. ദൈവ പൈതലെ, നമ്മുടെ വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത് ആര് ഈ വിഷയത്തിന്മേൽ കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇതാ നമ്മുടെ വിഷയത്തിന്മേൽ പരിഹാരം മാത്രം അവൻ തരുന്നവനല്ല, അല്പനേരത്തെ ആശ്വാസത്തിനുള്ള പരിഹാരമല്ല, ഇതാ നിത്യമായ ഒരു പരിഹാരം സ്വർഗം ഒരുക്കി. യേശു കർത്താവ് കല്ലറയിൽ നിന്ന് പുറത്തു വരിക മാത്രമല്ല, അവൻ ഇതാ നിത്യനായി നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവരിപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് എങ്ങോട്ട് പോകുന്നു? ഗലീലയിലേക്ക് പോയിട്ട് ശിഷ്യന്മാരോട് എന്തോ ചോദിക്കുന്ന അറിയാം? കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇതെന്താ ഇതിന്റെ അർത്ഥം? ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? യേശു മരിച്ചിട്ട് പത്രോസ് എവിടാ പോയത് എന്ന് വെച്ചാൽ, നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ പത്രോസ് തന്റെ സ്വന്തം ബുദ്ധിക്ക് വേണ്ടി പോയി, തന്റെ സ്വന്തം അധ്വാനത്തിന് വേണ്ടി പോയി. എന്നാൽ പത്രോസിനെ എന്തുവാ ദൈവം കൊടുത്ത വാഗ്ദത്തം? പത്രോസേ, ഞാൻ നിന്നെ എന്ത് പിടിക്കുന്നവനാക്കും? മനുഷ്യരെ പിടിക്കുന്നവനാക്കും. നിന്നോടുള്ള വാഗ്ദത്തം മറന്നിട്ടാണ് ആരോടുന്നത്? പത്രോസ് ഓടുന്നത്. നമ്മളും പലപ്പോഴും ഇങ്ങനെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എന്ത് മറക്കുകയാണ്? ദൈവം നമ്മളോട് അറിയിച്ച ആലോചനകൾ മറക്കുകയാണ്. ദൈവദാസന്മാരോട് നമ്മളോട് അറിയിച്ച പ്രവചന ശബ്ദങ്ങൾ നമ്മൾ മറക്കുകയാണ്. നമ്മുടെ വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എന്തിനാ മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ വിഷയത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ യേശു അവരുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് എന്താ ചോദിക്കും? കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുള്ളോ എന്ന ചോദ്യത്തിന് മുമ്പാകെ അവരുടെ ആ പത്രോസിന്റെ മുഖം ഒന്ന് കണ്ടായിരുന്നെങ്കിൽ എത്ര ലജ്ജ കൊണ്ട് അവന്റെ മുഖം താണു കാണും. അവനെ ഏൽപ്പിച്ചത് എന്തുവാണ് അവനെ ഏൽപ്പിച്ചത്? മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എന്താണ് അവരോട് അറിയിച്ചത്? 16 മുതലുള്ള വാക്യങ്ങൾ, 18 മുതലുള്ള വാക്യങ്ങൾ. എന്താണ് പത്രോസിനോട് യേശു മരിക്കുമ്പോൾ പറഞ്ഞ കാര്യം? യേശു എന്താ പത്രോസിനോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞ വാഗ്ദത്തം? സർപ്പങ്ങളെ മരണകരമായ യാതൊന്ന് കഴിച്ചാൽ നിനക്ക് ഹാനി വരികയില്ല.
രോഗികളുടെ മേൽ നീ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. എന്താണ് വാക്തത്വം? രോഗികളെ സൗഖ്യമാക്കുമെന്നും മരണകരമായ യാതൊന്നും കഴിച്ചാലും ഹാനി വരികയില്ല എന്നും നിന്നിലൂടെ അനേക വിടുതലുകൾ നടക്കുമെന്ന വാക്തത്വം. എന്നാ നീ ഇപ്പൊ എന്തോ ചെയ്യുന്നേ? അപ്പൊ ആരാ തെറ്റാ? ദൈവത്തിന്റെ കുഴപ്പമാണോ നമ്മുടെ കുഴപ്പമാണോ? ദൈവത്തിന്റെ പൈതലേ, യഹോവ നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുന്നവൻ മാത്രമല്ല, നമ്മുടെ വിഷയത്തിനെ പ്രവർത്തിക്കുന്നവൻ മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ആ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലില്ലെങ്കിൽ ആ പ്രവൃത്തി പിന്നെ അസാധുവായി മാറും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ മാർത്തയും മറിയയും യേശു മരിച്ചപ്പോഴും അവരവരുടെ വിശ്വാസത്തെ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു, നിലനിന്നു. അവർ ചലനമുണ്ടായില്ല. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ എവിടെ പോയി? അവർ അവരുടെ പഴയ പണിക്ക് പോയി. അതുകൊണ്ട് യേശുവിന്റെ ഉയർപ്പ് ആദ്യം ആരാണ് കണ്ടത്? ഈ മാർത്തയും മറിയുമാണ് കണ്ടത്. എന്തുകൊണ്ട് അവർ കണ്ടു? മറ്റൊന്നുമല്ല, കാരണം അവരുടെ വിശ്വാസത്തിന് ക്ഷതം സംഭവിച്ചില്ല. അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു, അവരുടെ പ്രത്യാശയിൽ അവർ ഉറച്ചു. അവരുടെ വിശ്വാസത്തിന് ചലനം ഉണ്ടാക്കാൻ അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് ദൈവവും അവരെ മാനിച്ചു. ഇന്ന് പകൽക്ക് രാത്രിക്കാലം ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത് ഒരു പക്ഷേ എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് വിചാരിച്ച, എന്നാൽ ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ വിഷയത്തിന്മേൽ കല്ലിനെ ഉരുട്ടി മാറ്റുന്നവൻ മാത്രമല്ല, ആ കല്ലിന്റെ മുകളിൽ ഇരിക്കുന്നവനും എന്റെ ദൈവമാണ്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വിഷയങ്ങളെ നമുക്ക് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നീ ഒരു പക്ഷെ നീ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമായിരിക്കാം. അസാധ്യമെന്ന് മനുഷ്യൻ വിധി എഴുതിയ സാഹചര്യമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വിഷയത്തിന്മേൽ ഇറങ്ങുവാൻ എന്റെ ദൈവത്തിന്റെ കൈ കുറുകെ പോയിട്ടില്ല. നമ്മുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ യേശുവിന്റെ പ്രവൃത്തിക്ക് അവസാനം വന്നിട്ടില്ല. എന്തുകൊണ്ട് ഞാനത് പറയുന്നു? കാരണം മറ്റൊന്നുമല്ല, യേശുവിന്റെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ട് യേശു അപ്പോസ്തല പ്രവൃത്തി 2 അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്? ഭൂമിയുടെ അറ്റത്തോളം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ട് നമുക്ക് ശക്തി ലഭിച്ചിട്ട് നമ്മളൊന്ന് പുറപ്പെടണമെന്ന ദൈവിക വാഗ്ദത്തം. എന്നാൽ ഇവിടെ പത്രോസിനെയും ശിഷ്യന്മാരെ നോക്കി എന്തോ അവർ ചെയ്തത്? അവരവരുടെ പഴയ പണിക്ക് പോവുകയാണ്. ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ വിളി നീ ഒന്ന് ഉറപ്പാക്ക്. നിന്നെ എന്തിനവൻ തിരഞ്ഞെടുത്തു നീ ഒന്ന് ഉറപ്പാക്ക്. നിന്റെ ഉദ്ദേശം എന്താണ് നീ ഒന്ന് ഉറപ്പാക്ക്. എവിടെയെങ്കിലും നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലത്ത് നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിയട്ടെ. ദൈവത്തിന്റെ പൈതലേ, നമ്മൾ വീഴുന്നത് മനുഷ്യനാൽ സഹായിക്കാൻ കഴിയാത്ത മേഖലകളല്ല. നമ്മൾ പലപ്പോഴും വീഴുകയാണ്, എന്നാൽ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നിന്നെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ഒരുവൻ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അത് നസ്രേനായ യേശു മാത്രമാണ്. വീണിടത്തു നീ എഴുന്നേൽക്കണമെങ്കിൽ, നിന്റെ അസാധ്യങ്ങൾ സാധ്യമാകണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു വഴി തുറക്കണമെങ്കിൽ യേശുവിൽ നിരാത്രിക്കാലം നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം. അതെ ദൈവത്തിന്റെ പൈതലേ, മാർത്തയും മറിയയും അവരുടെ ഞെരുക്കങ്ങളുടെ നടുവിൽ, അവരെ അലട്ടിയ ചോദ്യത്തിന് നടുവിൽ അവർ വിശ്വാസത്തോടെ കാലെടുത്ത് വെച്ചപ്പോൾ അവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങുവാനിടയായി. ഇന്ന് രാത്രിക്കാൽ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വിഷയത്തിന് മേൽ ഇന്ന് രാത്രിക്കാൽ വിശ്വാസത്തോടെ ഒന്ന് കാലെടുത്ത് വെക്കാൻ കഴിയുമോ? നമ്മൾ പലപ്പോഴും ഒരുപാട് പ്രസംഗം കേൾക്കുന്നവരാ, ഒരുപാട് ഉപദേശം കൈക്കൊള്ളുന്നവർ. എന്നാൽ നമ്മുടെ വിഷയത്തിന് മറുപടിയുടെ മുമ്പിൽ, നമ്മുടെ വിഷയത്തിന്റെ സാഹചര്യങ്ങളുടെ മുമ്പിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മറന്നു പോകുന്നവരാ. എന്നാൽ ഈ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ നോക്കി, അവിടെ ജീവിതത്തിൽ മുഴുവൻ അസാധ്യങ്ങൾ മാത്രമാണ്. അവൾക്ക് പുറത്തും തൊടാൻ കഴിയുകയില്ല. അവളെ തൊടുന്നവരും അവൾ തൊടുന്നവരും ശപിക്കപ്പെട്ടവരാ, അശുദ്ധരാണ്. എന്നാൽ അവൾ എന്തോ അവിടെ ഹൃദയ തീരുമാനം എടുത്തെന്ന് അറിയാമോ? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലേലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. യേശു അവളുടെ വിശ്വാസം കണ്ടിട്ട് എന്നാണ് വചനം പറയുന്നത്, സ്ത്രീയെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പൊ ആരുടെ വിശ്വാസമാണ് യേശു അവിടെ പ്രവർത്തിച്ചത്? എന്റെ വിശ്വാസമാണ്. ദൈവത്തിന്റെ പൈതലേ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രികാലം പ്രിയ പുതുപ്പള്ളി ദൈവസഭയെ, നമ്മുടെ ഉള്ളിൽ എന്തുയരണം? വിശ്വാസം ഒന്ന് ഉയരണം. നമുക്ക് വേണ്ടി കല്ല് അവൻ ഇന്നും ഉരുട്ടി മാറ്റുന്നവനാണ്. നമുക്ക് വേണ്ടി അത്ഭുതം അവൻ ഇന്നും ചെയ്യുന്നവനാണ്. നമുക്ക് വേണ്ടി വഴി ഇന്നും അവൻ തുറക്കുന്നവനാണ്. നമുക്ക് വേണ്ടി ഇരുമ്പോളാമ്പലുകളെ അവൻ ഇന്നും ഉടയ്ക്കുന്നവനാണ്. എന്നാൽ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ഉള്ളിലെ വിശ്വാസക്കുറവാണ് നമ്മുടെ വിഷയത്തിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് തിരിച്ചറിയാം. നമ്മുടെ വിഷയങ്ങളെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സം ഞാനാകരുത്, എന്റെ വിശ്വാസക്കുറവാകരുത്, എന്റെ അവിശ്വാസമാകരുത്.
യേശുവിന്റെ ശിഷ്യന്മാർ പിന്തിരിഞ്ഞ് അവരുടെ പഴയ പണിക്ക് വേണ്ടി അവർ പോയപ്പോൾ യേശുവും അവന്റെ ഉയർപ്പ് ആദ്യം ആരെ കാണിച്ചു? ഈ മാർത്തയും മറിയയും കാണിക്കാനിടയായിത്തീർന്നു. അവരെടുത്ത ഡിഗ്രി കൊണ്ടല്ല, അവർ യേശുവിന് കൂടെ നടന്ന പരിചയം കൊണ്ടല്ല. എന്ത് മാത്രമാണ് കാരണം? അവരുടെ വിശ്വാസമാണ് കാരണം. ക്രൈസ്തലം ഇന്ന് രാത്രിക്ക് ദൈവത്തിന്റെ പൈതലേ, ഞാൻ ഈ ദിവസങ്ങളെല്ലാം വന്നപ്പോൾ മുതൽ ശുശ്രൂഷിക്കുന്നത് ഒറ്റ വിഷയത്തെ ബേസ് ചെയ്താണ്. എന്താണ്? വിശ്വാസം. ക്രൈസ്തലം യോർദാനെ പിന്തിരിച്ചത് എന്തുകൊണ്ട് മാത്രമാണ്? വിശ്വാസം കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിച്ചതുപോലെ നമ്മുടെ ദൈവം എങ്ങനെയാണ് മനസ്സ് തകർന്നവരെ അവൻ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ശുശ്രൂഷിക്കാനിടയായല്ലോ. ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. എപ്പോഴാണ്? നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉയരുമ്പോഴാണ്. ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കാനിടയായല്ലോ. നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? എന്തുകൊണ്ട് ആ കല്ലുരുണ്ടു മാറി? അവരുടെ വിശ്വാസം കൊണ്ടാണ്. അങ്ങനെ ബൈബിളിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഓരോ അധ്യായങ്ങൾ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ഒരൊറ്റ വിഷയം മാത്രം ഊന്നി പറയുന്നു. അത് വിശ്വാസം മാത്രമാണ്. ദൈവത്തിന്റെ പൈതലേ, പ്രിയ പുതുപ്പള്ളി ദൈവസഭയെ, ദൈവമക്കളെ, ഇന്ന് രാത്രി കാലത്ത് നമുക്ക് വേണ്ടത് എന്താണ്? ഒരു വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിൽ ഉയരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി കാലം നിന്റെ ഹൃദയത്തെ നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ ഹൃദയത്തെ നീ ദൈവത്തിന് താഴ്ത്തി ഏൽപ്പിക്കാമോ? മറ്റൊരുത്തനും രക്ഷയില്ല ദൈവ പൈതലേ. ഇന്ന് രാത്രി നിന്റെ ഉള്ളിലെ വിശ്വാസം കണ്ടിട്ട് അവന് നിന്നോട് പ്രസാദം തോന്നിട്ട്, മാർത്തയും മറിയയുടെയും വിശ്വാസം കണ്ടിട്ട് യേശു അവരുടെ ചോദ്യത്തിന് മറുപടി അയച്ചുവെങ്കിൽ ഇന്ന് രാത്രി കാലം നിന്റെ വിഷയത്തിന് നടുവിൽ ഓരോ ചോദ്യത്തിന് മറുപടി തരുവാൻ കഴിവുള്ളവനാണ്. നിന്നെ അലട്ടുന്ന ചോദ്യം എന്തുമാകട്ടെ, നിന്നെ അലട്ടുന്ന വിഷയം എന്തുമാകട്ടെ, ഇന്ന് രാത്രി കാലം മരിച്ച യേശുവിനെ അല്ല ഞാൻ ആരാധിക്കുന്നത്, മരിച്ച യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്, മരണത്തെ ജയിച്ചവനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വെളിപ്പാട് 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശം ഇരിക്കുന്നു. ദൈവമേ, ഇന്ന് രാത്രി കാലം നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആരെ എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? അതെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. ആരെന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും? അതെ, എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ ബലം കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട്, എന്റെ ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന ശക്തി കൊണ്ട്, എന്റെ ദൈവത്തിന്റെ അത്ഭുത കരം കൊണ്ട് എന്റെ വിഷയത്തിന്മേൽ എന്റെ ദൈവം പ്രവർത്തിക്കും. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ വിശ്വാസത്തിനകത്ത് ഒന്നുകൂടെ ദൈവത്തിന്റെ പ്രത്യാശയുടെ അളവൊന്ന് കൂട്ടട്ടെ. ഒന്നും കൂടെ അത് ആ വാക്ക് ഞാൻ റിവൈൻഡ് ചെയ്ത് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, എന്താണ് മാർത്തയും മറിയയും അലട്ടിയ ചോദ്യം? ആര് എന്റെ ജീവിതത്തെ കല്ലുരുട്ടി മാറ്റും? കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മാർത്ത, മറിയ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടത് യേശുവിന്റെ ശരീരം അവിടെ ഇല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിഷയം എന്തുമാകട്ടെ, നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, നിന്നെ അലട്ടുന്ന സാഹചര്യം എന്തുമാകട്ടെ, നീ ഭയപ്പെടേണ്ട. നിന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ എന്റെ ദൈവത്തിന് സാധ്യമാണ്. നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങി വരുവാൻ എന്റെ ദൈവത്തിന് സാധ്യമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവരെന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മരണകരമായ യാതൊന്ന് കഴിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവ പൈതലെ, ഇന്ന് രാത്രിക്ക് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന്റെ അളവൊന്ന് വർദ്ധിക്കട്ടെ. മാർത്തയ്ക്കും മറിയയ്ക്കും വേണ്ടി സ്വർഗം ആ കല്ലറയെ തുറന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ സ്വർഗം കല്ലറയെ തുറക്കാൻ കഴിവുള്ളവനാണ്. നമ്മുടെ വിഷയത്തിലും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. ഇന്ന് രാത്രിക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഇരട്ടുന്ന പ്രശ്നങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? അതെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും? അതെ, എന്റെ രക്ഷിതാവാം ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആര് എനിക്ക് വേണ്ടി വഴി തുറക്കും? അതെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. ആരെന്റെ ജീവിതത്തിൽ എന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി കരുതും? അതെ, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി എഴുതും. ആരെന്റെ ജീവിതത്തിൽ ഒരു പുതിയ അത്ഭുതം കാണുവാനിടയാക്കും? അതെ, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണുവാനിടയാക്കും. മറ്റൊന്നുമല്ല കാരണം, അതെ, ഇന്നും ആ യെരൂശലേമിൽ ഒരു കല്ലറ മാത്രം തുറന്നിരിക്കുന്നു. അത് മറ്റാരുടെയുമല്ല, ഞാൻ പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ യേശുവിന്റെ കല്ലറയാണ്. അതെന്ത് വിളിച്ചു കാണിക്കുന്നു? അവൻ ഇവിടെ ഇല്ല എന്നുള്ള ഉദ്ദേശം വിളിച്ചു കാണിക്കുന്നു. അവന്റെ കല്ലറയുടെ വാതിൽക്കൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, he is not here, he is rose again. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് യേശുവിന്റെ കല്ലറയുടെ വാതിൽക്കൽ എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, ഇന്നു രാത്രി കാലം ഞാൻ പ്രസംഗിക്കുന്നത് ഒരു കഥയല്ല,
അതൊരു യാഥാർത്ഥ്യമാണ്. അത് 2000 വർഷത്തിന് മുമ്പ് യേശു ഉയർത്തെഴുന്നേറ്റ് പോയെന്ന് മാത്രമല്ല, ഇന്നും അവന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അത് നമ്മെ വിളിച്ചു കാണിക്കുന്നത് അവന്റെ ജീവിതം യഥാർത്ഥമായിരുന്നു, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ നമ്മുടെ വിഷയത്തിന്മേൽ അവനൊരു യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഞാൻ അത് വിശ്വസിക്കുന്നു. ഈ കുടുംബത്തിന്റെ മേൽ, പ്രിയ കുടുംബത്തിൽ താമസിക്കുന്ന ദൈവജനത്തിന് മേൽ അവരുടെ അസാധ്യങ്ങളുടെ മധ്യേ അവൻ യഹോവ നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം രാത്രികാലം വഴി തുറക്കുവാൻ ശക്തനാണ്. ഈ കുടുംബത്തെ അലട്ടുന്ന വിഷയത്തിന് നടുവിൽ ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് അവർ ചോദിക്കുമ്പോൾ, എങ്ങനെ മറുപടി കാണുമെന്ന് അവർ ചോദിക്കുമ്പോൾ, ഭയപ്പെടേണ്ട മാർത്തേ, നിന്റെ വിഷയത്തിന്മേൽ കല്ലുരുട്ടി മാറ്റുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ വിഷയത്തിന്മേൽ ഇറങ്ങുവാൻ കഴിവുള്ള ഒരു സ്വർഗം നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ വിഷയത്തിന്മേൽ പരിഹാരം തരുവാൻ അധികാരമുള്ള ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. അവനെ ഇന്ന് രാത്രിക്കാൽ നമുക്കൊന്ന് വിശ്വസിക്കാം. അവനിൽ ഇന്ന് രാത്രിക്കാൽ നമുക്കൊന്ന് പ്രത്യാശിക്കാം. അവനിൽ ഇന്ന് രാത്രിക്കാൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പൈതലേ, ദൈവവചനം വിളിച്ചു പറയുന്നു, ദൈവത്തിന്മേൽ ദൈവസന്നിധാനത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ ഇറങ്ങുവാനിടയായി തീരും. അതെ, അവരെ അലട്ടിയ ചോദ്യം ഒന്നു മാത്രമാണ്, ദൈവത്തെ ആരാധിക്കാൻ ഞാൻ തയ്യാറാണ്, എന്നാൽ ആര് കല്ലുരുട്ടി മാറ്റും? എന്നാൽ ഇന്ന് ദൈവത്തിന്റെ പൈതലെ, നിന്നെ അലട്ടുന്ന ചോദ്യം എന്താണ്? ഇന്ന് രാത്രിക്കാൽ നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറുള്ളവനാണോ? ദൈവത്തിന് മുട്ടുമടക്കാൻ നീ ഏൽപ്പിക്കപ്പെട്ടവനാണോ? അങ്ങനെയെങ്കിൽ നിന്റെ വിഷയത്തിന് മേൽ മറുപടി എന്റെ ദൈവം തരുവാനിടയായിത്തീരും. നിന്റെ വിഷയത്തിന് പരിഹാരം എന്റെ ദൈവം തരുവാനിടയായിത്തീരും. ഇന്ന് രാത്രി കാലം പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആര് എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും? അവർ നോക്കിയാറെ ആ കല്ല് ഉരുണ്ടുമാറിയതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. ഇന്ന് രാത്രി കാലം നിന്റെ ഏതു പ്രശ്നവുമായിക്കോട്ടെ, അല്പനിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം എല്ലാ ആദരങ്ങളും ദൈവസേന ചലിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിഷയം എന്തുമായിക്കോട്ടെ, ഇന്ന് രാത്രി കാലം അത് ദൈവസേന നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആരെന്റെ ജീവിതത്തെ കല്ലുരുട്ടി മാറ്റും? ആരെന്റെ ജീവിതത്തെ അത്ഭുതം ചെയ്യും? ആരെന്റെ ജീവിതത്തെ പ്രവർത്തിക്കും? ഞാൻ ഒന്നുമില്ലാത്തവളാണ്, ഞാൻ ഏതുമില്ലാത്തവളാണ്, എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിശ്വാസം ദൈവം ഒന്ന് കാണട്ടെ. ഇന്ന് രാത്രി കാലം നിന്റെ വിശ്വാസത്തിനകത്ത് ഇറങ്ങുവാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർത്തയുടെയും മറിയയുടെയും വിശ്വാസം കണ്ടിട്ട് സ്വർഗത്തിലെ ദൂതൻ അവർ എത്തുന്നതിന് മുമ്പാകെ അവർക്ക് വേണ്ടി ഇറങ്ങി കല്ലുരുട്ടി മാറ്റി അതിന്റെ മേലിരുന്ന് അവരെ കണ്ടിട്ട് അവർ പടയാളികളും മരിച്ചവരെ പോലെയായി. ഇന്ന് രാത്രിക്കാൽ ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി കാലം നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ നിന്റെ വിശ്വാസം ദൈവസേനയിൽ എങ്ങനെയാണ്? നീ നിന്റെ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നിന്റെ ദൈവത്തിങ്കിൽ നിന്ന് നിനക്കൊരു രക്ഷയുണ്ട്. നിന്റെ ദൈവത്തിൽ നിന്ന് നിനക്കൊരു അത്ഭുതമുണ്ട്. നിന്റെ ദൈവത്തിൽ നിന്ന് നിനക്കൊരു വഴിയുണ്ട്. ഇന്ന് രാത്രി കാലം നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വിഷയത്തിന് നടുവിൽ നമുക്ക് ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കാം. അതെ, മാർത്തയും മറിയയും അലട്ടിയ ചോദ്യം, ആര് എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർ കണ്ടത് അവരുടെ കല്ലിനെ ഉരുണ്ടുമാറിയതായിട്ടാണ്. ഇന്ന് രാത്രിക ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വിഷയ നടുവിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി കാലം നമ്മുടെ ജീവിതത്തെ ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആര് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും? അതെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം അവൻ ബലമില്ലാത്തവനല്ല, ബലം ക്ഷയിച്ചവനല്ല, അവൻ ബലശാലിയാണ്. അവൻ അത്ഭുതം ചെയ്യുവാൻ യോഗ്യനാണ്, അവൻ വിടുവിക്കുവാൻ യോഗ്യനാണ്, അവൻ സൗഖ്യമാക്കുവാൻ യോഗ്യനാണ്. ആ യോഗ്യനായവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ആര് എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? എന്റെ ദൈവം അതിന് യോഗ്യനാണ്. അവൻ യോഗ്യനാണ്, അവൻ യോഗ്യനാണ്, അവൻ യോഗ്യനാണ്. ആ യോഗ്യനായ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് രാത്രി കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കുമ്പോൾ പ്രിയ അനിയൻ കുഞ്ഞിക്കാൻ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും.